ഹലോ മോളെ ട്രീറ്റ്മെന്റ് തുടങ്ങിയിട്ട് എനിക്കും എന്റെ കുടുംബത്തിനും 5 വർഷത്തിലൊക്കെ ഏറെ ആയിട്ടുണ്ടാവും. 5 വർഷം അല്ലെങ്കിലേ ഉള്ളൂ. മുക്കട്ടയിൽ വന്ന അന്ന് മുതൽക്കേ ഞങ്ങളുണ്ട് അവിടെ. പക്ഷെ എന്ത് നല്ല ഫലാണെന്നറിയോ? എനിക്ക് ഈ വയറിന്റെ ഉള്ളിൽ ലൈക്കൻ പ്ലാന്റ്സ് ഉള്ളത്, അതുകൊണ്ട് ഒരു ഇംഗ്ലീഷ് ഗുളിക കഴിക്കാൻ വയ്യ. പിന്നെ ഈ പെട്ടെന്ന് അലർജീന്റെ പ്രശ്നം വരുന്നുണ്ട്. അതിനൊക്കെ മരുന്ന് എനിക്ക് എന്തുമാത്രം ഫലിക്കുന്നുണ്ട് എന്നറിയോ? ഞാൻ അതല്ലേ ഓടി ഓടി വരുന്നത്. ഞാൻ അങ്ങോട്ട് വന്നിട്ടില്ലെങ്കിലും ഞാനൊന്ന് വാട്സപ്പ് കൂടെ വിളിക്കുകയെ അല്ലെങ്കിൽ ഇവിടുന്ന് ഫോണിൽ കൂടെ പറയുകയെ എന്തെങ്കിലും ചെയ്താലും ഓട്ടോറിക്ഷക്കാർ മരുന്ന് കൊണ്ട് തന്നാലും അതെനിക്ക് ഫലിക്കുന്നുണ്ട് നല്ല പോലെ. എനിക്ക് നല്ല, എന്റെ അമ്മയ്ക്ക്, എന്റെ ഇവിടുത്തെ കൊച്ചുമക്കൾക്ക്, മരുമകൾക്ക്, മോന്, എന്റെ മോൾക്ക്, എല്ലാവർക്കും നല്ല ഫലം തന്നെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് മോള് അവിടുന്ന് അങ്ങോട്ടും മാറ്റം പോകരുത് എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. കാരണം ഞങ്ങൾക്ക് വരാനും എല്ലാത്തിനും വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും കിട്ടാനും ഒരു അഹങ്കാരമില്ലാതെ എപ്പോൾ വിളിച്ചാലും എടുക്കാനും സംസാരിക്കാനും എല്ലാത്തിനും പറ്റിയൊരു കുട്ടിയാണ് മോള്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. കാരണം അത്രയും ഫലപ്രദമാണ് ആ മരുന്നിന്. കാരണം എനിക്ക് ഈ വയറിന് ലൈക്കൻ പ്ലാന്റ്സ് ഉള്ളത് പോലെ തന്നെ എനിക്ക് മൊത്തം തേയ്മാനത്തിന്റെ അസുഖമാണ്. അപ്പൊ അതിന്റെ വേദന ഗുളിക എനിക്ക് പറ്റില്ലല്ലോ. അപ്പൊ അതിനുള്ള ആ മരുന്നുകളും, പൊടിമരുന്ന് എന്ന് പറയുമ്പോൾ പൊടിമരുന്നുകളും കുപ്പിമരുന്നും എല്ലാം എനിക്ക് നല്ല പോലെ ഫലിക്കുന്നുണ്ട് കേട്ടോ. അതിൽ ഇനിയിപ്പോ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. നല്ല അഭിപ്രായം അല്ലാതെ ഞങ്ങൾക്ക് ആർക്കും പറയാനില്ല. ഇപ്പോഴും ഞാൻ കൂടുതൽ വേദന ഉണ്ടാകുമ്പോൾ ഈ വെയിറ്റ് ഇടുക, പിന്നെ മരുന്ന് അവിടെ വന്ന് കഴിക്കാനാണ് എന്റെ മക്കള് പറയുന്നോട്. ഞാൻ അങ്ങനെ ഇപ്പൊ എത്ര കാലമായി അങ്ങനെ പോരല് തുടങ്ങിയിട്ട്. ആ ഒരു ആശ്വാസത്തില് പിന്നെ ഈ വയറിന്റെ അസുഖത്തിനും എല്ലാത്തിനും, ഗ്യാസിനും കാലുവേദനയ്ക്കും എല്ലാം നല്ല സുഖം തന്നെയാണ്. നല്ല മരുന്നാണ്. അതിലൊരു ഒരു അഭിപ്രായ വ്യത്യാസമല്ല ഞങ്ങൾക്ക്. അത്രയ്ക്കും ബെറ്ററാണ് ആ മരുന്ന്. അതുകൊണ്ട് മോൾ അവിടെ തന്നെ ഉണ്ടായി. ഞങ്ങൾക്ക് എന്നും മോളെ സേവനം ഞങ്ങൾക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഞങ്ങളെ കുട്ടികൾക്കും എല്ലാവർക്കും ഞങ്ങൾക്ക് ആ സേവനം എന്നും കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ദൈവത്തെ.